ഇന്ത്യയിലെ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു അരുണിമ സിൻഹ. ഒരിക്കൽ അവരൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഭീകരവാദികൾ അവർ ആ ട്രെയിൻ ആക്രമിക്കുകയും അവരെ എടുത്തിട്ട് തൊട്ടടുത്ത പാളത്തിലോട്ട് വലിച്ചെറിയുകയും ചെയ്തു. ഉടനെ തന്നെ അതിൽ കടന്നു വന്ന മറ്റൊരു ട്രെയിന് അവരുടെ കാലിലൂടെ കയറി ഇറങ്ങുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഒരിക്കലും വോളിബോൾ എന്ന് പറയുന്ന കരിയറിലോട്ട് തിരിച്ചു പോകാൻ പോസിബിൾ അല്ല. സോ 2 ഓപ്ഷൻസ് ആയിരുന്നു അന്ന് അരുണിമ സിൻഹയുടെ മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, ഹാൻഡിക്യാപ്ഡായി എന്നുള്ള കാരണം കൊണ്ട് ജീവിതത്തിൽ ബാക്കിയുള്ള കാലം തന്റെ ഡ്രീമുകളെല്ലാം സ്വപ്നങ്ങളെല്ലാം ഉടഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് കരഞ്ഞു തീർക്കാമായിരുന്നു ബാക്കിയുള്ള ജീവിതം. അല്ലെങ്കിൽ ഷീ ഹാസ് എ ചോയ്സ് ടു സർവൈവ്. സോ അരുണിമ സിൻഹ എടുത്ത ഓപ്ഷൻ സർവൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വോളിബോൾ എന്ന് പറയുന്ന സ്വപ്നത്തിലോട്ട് ഇനി തിരിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങളോട്ട് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അരുണിമ സിൻഹ അന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് താൻ കീഴടക്കുമെന്നുള്ള വലിയ ദൃഢനിശ്ചയം അന്ന് ആ ആശുപത്രി കിടക്കയിൽ കിടന്ന് അരുണിമ സിൻഹ എടുക്കുകയാണ്. 2 കാലും 2 കൈയുള്ള മനുഷ്യർ പോലും കീഴടക്കാൻ അത്രമാത്രം കഷ്ടപ്പെടുന്ന മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകൾക്ക് മുകളിൽ അന്ന് മുതൽ തുടങ്ങിയ പരിശ്രമത്തിന്റെ ഫലമായിട്ട് അരുണിമ സിൻഹ എത്തുകയാണ്. ആൻഡ് ഷീ ബിക്കേം ദ ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിൽ ഒറ്റക്കാല് വെച്ചുകൊണ്ട് കയറുന്ന ഫസ്റ്റ് ഫീമെയിലായി മാറി ആര്? അരുണിമ സിൻഹ എന്ന് പറഞ്ഞത്. ബിക്കോസ് ഷീ ഡിസൈഡ് ടു സർവൈവ്.